ഹലോ ഗയ്സ്, നമ്മളാണെങ്കിലേ ഫ്രാങ്ക്ലിനെ തപ്പി വന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ ആൾക്കാരെയും ഞാൻ കൊല്ലും. ആ ഫ്രാങ്ക്ലിനെ എൻ്റെ കൈ കിട്ടിയ എൻ്റെ കൈകൾ കൊണ്ട് നെരുക്കി കൊല്ലും. അവൻ എൻ്റെ അനിയനെ കൊന്നു, അതിൻ്റെ പ്രതികാരം വീട്ടാനാണ് വന്നിരിക്കുന്നത്. അവൻ ജീവിക്കുന്ന ഈ നാടും അവനെ സേത്ത് കൊല്ലും. ഈ ഹൽക്കോടെ പവർ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഫ്രാങ്ക്ലിൻ ഇവിടെ ഈ നാട്ടിലെവിടെയോ ഉള്ളതെന്നാണ് ഞാൻ കേട്ടത്. എല്ലാത്തിനും ഞാൻ കൊല്ലും. ചാവ് ഈ നാട്ടിലെ ആൾക്കാരെ മൊത്തത്തിൽ ഞാൻ കൊല്ലും. കണ്ട, റോഡൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ എവിടെയോ ആണവനുള്ളത്. ഇങ്ങനെ എല്ലാം പൊട്ടിച്ച് നമുക്ക് പോവാം. ഹലോ ഗിസ്കി പ്രവന മറ്റെവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളാണെങ്കിൽ ഈ ജിമ്മിൽ നിന്ന് വർക്കൗട്ടൊക്കെ നമ്മൾ രാവിലെ ചെയ്തുകൊണ്ടോ നമ്മുടെ ജിമ്മൊക്കെ കണ്ടോ. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുവാണ്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും വെറുതെ പുറത്തുനിന്ന് ഇറങ്ങി നിൽക്കാം. ആരാടോ ഇത്? ആരോ? ടോണി സ്റ്റാർക്കോ? എന്താ ടോണി സ്റ്റാർക്ക്? കുറേ നാളായല്ലോ കണ്ടിട്ട്. എടാ ഫ്രാങ്ക്ലിനെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ പ്രധാനപ്പെട്ട കാര്യമോ? എന്ത് പ്രധാനപ്പെട്ട കാര്യം? എടാ, ഈ ലോസ് ആൻഡോസിൽ ഹൽക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെയും എല്ലാവരെയും കൊല്ലുക. അതിന് കാരണക്കാരൻ നീയാ. എന്താ ഞാൻ കാരണം ഹൽക്ക് എല്ലാവരെയും കൊല്ലുന്ന? ദേ, കുറ്റമൊന്നും എൻ്റെ തലയ്ക്കൊന്നും കെട്ടിവെക്കില്ലേ. ടോണി സ്റ്റാർക്ക് എന്തായി പറയുന്നത്? അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹൽക്ക് നിന്നെ തപ്പി നടക്കുക. ആ ഫ്രാങ്ക്ലിനെ കൊല്ലാൻ. നീ അവൻ്റെ അനിയനെ കൊന്നില്ലേ, അതിൻ്റെ പ്രതികാരം വീട്ടാൻ പറ്റി. എന്താ, അവൻ്റെ അനിയനെ കൊന്നതിന് അവൻ എന്നെ കൊല്ലാൻ വരുന്നെന്നോ? ഓക്കെ, അതിനിപ്പോൾ ഞാനെന്താ ചെയ്യുക? നീ തിരിച്ച് സൂപ്പർമാൻ ആയാലേ പറ്റൂ. എന്താ, ഞാൻ തിരിച്ച് സൂപ്പർമാൻ ആവാനാ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ സൂപ്പർമാൻ ജീവിതം ഞാൻ പണ്ടേ വിട്ടു. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാനൊന്നും ആവത്തില്ല. ഒന്ന് പൊയ്ക്കോ, ഞാനൊന്നും ആവത്തില്ല. ടോണി സ്റ്റാർക്ക് എന്തോ ഈ പറയുന്നത്? നമുക്ക് രണ്ടുപേർക്ക് മാത്രം ഈ കാര്യം അറിയും. ഇത് എന്തിന് ഷിൻചാന് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ സൂപ്പർമാനാവൊന്നും ആവത്തൊന്നുമില്ല. അല്ല, നീ പറയുന്ന വരയ്ക്ക് കേട്ടോ, ഇല്ലെങ്കിൽ ഈ ലോസ് ആൻഡോസിലെ ജീവൻ മുഴുവൻ നിൻ്റെ കയ്യിലായിരിക്കുന്നത്. എന്താ, ലോസ് ആൻഡോസിലെ ജീവൻ മുഴുവൻ എൻ്റെ കയ്യിലോ? ഒന്ന് നിങ്ങൾ വലിയ അയൽമാൻ അല്ലേ? നിങ്ങൾക്കെന്താ ഇപ്പോൾ രക്ഷിച്ച? അത് പിന്നെ എൻ്റെ സൂട്ടിന് ചെറിയൊരു കംപ്ലൈൻറ്റാണ്. അത് ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് വിളിക്കുമോ? അത് ശരിയാ. രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്ന് ചാടി കൊടുക്കണ്ടായിരുന്നു. ഞാൻ സൂപ്പർമാനൊന്നും എന്നെ കൊണ്ടാവാൻ പറ്റത്തില്ല. ഹൽക്ക് എല്ലാവരെയും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അല്ല പിന്നെ ഞാൻ ജീവിതമൊക്കെ പണ്ടേ വിട്ടാ സൂപ്പർമാനായിട്ടുള്ളൂ. അയ്യോ, ഓർക്കാൻ പോലും വയ്യ. നമ്മുടെ ഷിൻചാൻ പോലും അറിഞ്ഞുകൂടാ ഞാനായിരുന്നു സൂപ്പർമാൻ. ചാടി കൊടുക്കണ്ടായിരുന്നു. നമുക്കെന്തെങ്കിലും നൈസായിട്ട് അകത്തോട്ട് പോയില്ലെങ്കിൽ ടോണി സ്റ്റാർക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഷിൻചാൻ എണീറ്റില്ലേ? എവിടെ പോയി കിടക്കോടാ ഷിൻചാനൊക്കെ? ടോണി സ്റ്റാർക്ക് പോയോ? ഗയ്സ്, നമ്മൾ പെട്ടല്ലോ. ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? മിലിറ്ററിക്കാരും പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ? ഈ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു കാര്യം. നമുക്കെന്തായാലും മേലെ പോയി അവിടെ ഇങ്ങനെ നിൽക്കുക. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? എനിക്കെന്തായാലും സൂപ്പർമാനൊന്നും ആവാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇപ്പോൾ ഷിൻചാനെ എന്താ? ഫ്രാങ്ക്ലിൻ ബൈ, ഞാനില്ലേ മിക്കി മൗസിൻ്റെ വീട് വരെ പോവാ. എന്താ, മിക്കി മൗസിൻ്റെ വീട്ടില് എന്തിന്? അത് പഠിക്കാൻ. എന്താ പഠിക്കാൻ? മിക്കി മൗസിൻ്റെ വീട്ടിലാണ്. പഠിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിച്ചാൽ പോരെ. എനിക്കറിയാം നീ കളിക്കാനാണ് പോകുന്നത്. അതൊക്കെ പോട്ടെ ഫ്രാങ്ക്ലിൻ ബൈ, നേരത്തെ ഇവിടെ ആരോ വന്നായിരുന്നല്ലോ, എന്തായിരുന്നു സംഭവം? അതെന്താണെന്ന് വെച്ചാൽ അത് പറയണം. ഞാൻ ഒരു കാര്യം പറയാം, അത് നീ ആരുടെ അടുത്തും പറയരുത്. എന്ത് കാര്യം? ചുമ്മാ വലിച്ചു നീട്ടാതെ കാര്യം പറ ഫ്രാങ്ക്ലിൻ ബൈ. ചുമ്മാ എനിക്ക് സമയമില്ല, വേഗം പറ. അതെന്താണെന്ന് വെച്ചാൽ ഞാനാണ് സൂപ്പർമാൻ. ആരുടെ അടുത്തും ഇത് കാര്യം പറയല്. നീ എൻ്റെ കൂടെ ജീവിക്കുന്നവനല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താ, ഫ്രാങ്ക്ലിൻ ബൈ സൂപ്പർമാനാ? ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ബൈ, ചിരിപ്പിക്കാതെ. ഒരു ജോലിയും കൂടി ഇല്ലാത്ത ഫ്രാങ്ക്ലിൻ ബൈ ആണ് സൂപ്പർമാൻ. എന്താ നിനക്ക് പറഞ്ഞു? ശരിയാ, നമ്മുടെ ഷിൻചാന് പോലും നമ്മളെ വിശ്വാസം ഇല്ലാതായി. നീ വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വസിക്കണ്ട, നിൻ്റെ കാര്യം നടക്കട്ടെ. നീ മിക്കി മൗസിൻ്റെ വീടാ, എങ്ങോട്ടാണെന്ന് വെച്ചാൽ നീ പോ.
അപ്പം ഞാൻ എന്തായാലും നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷിൻചാൻ പറഞ്ഞ പോലെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കയറിയിരിക്കാം. അപ്പം ഞാനെന്തായാലും അവിടെ വരെ പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ശരി. അവനൊന്നും നമ്മളെ വിശ്വാസമില്ല. കൊള്ളാം ഷിൻചാനെ, കൊള്ളാം. ഫ്രാങ്ക് ബോയ് പിന്നെ ഇങ്ങനത്തെ തള്ളൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? എടാ തള്ള, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പിന്നെ അല്ലാതെ ഫ്രാങ്ക് ബോയ് എന്താ ഫ്രാങ്ക് ബോയ് പറയുന്നത്? ചുമ്മാ തള്ളാതെ ഒന്ന് പോ ഫ്രാങ്ക്. വരും വരെ ഷിൻചാന് പോലും നമ്മളെ വിശ്വാസം ഇല്ല. നമുക്കകത്തോലും ഫ്രാങ്ക് ബോയ് ഓരോന്ന് പറയാനായി ചിരിപ്പിക്കാൻ. മിക്കി മൗസിൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ കോമഡിയായി. നമ്മുടെ ഫ്രാങ്ക്ലിൻ ബോയ് സൂപ്പർമാനാണത്രേ. അല്ല പിന്നെ ഇങ്ങനെയുണ്ടോ തള്ളു പറച്ചിൽ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓരോരോ കോമഡിയേ. ഫ്രാങ്ക്ലിൻ ബോയ് പോലും സൂപ്പർമാൻ. ഓയ് ഫ്രാങ്ക്ലിൻ, എന്താ ഹൾക്കാ? എന്താടെ ഒരു കൊച്ചിൻ്റെ ഒച്ചയല്ലേ ഞാൻ ഇപ്പോൾ കേട്ടെ? ഒരു കൊച്ചല്ലേ നിൽക്കുന്ന. പിള്ളേരൊക്കെ കൊല്ലുന്ന പ്രത്യേക സുഖം. ഓക്കെ, നമുക്ക് ചാടിക്കൊല്ലാം. ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. ഓക്കെ, നമ്മൾ ചാടിക്കൊന്നിട്ടുള്ള കാര്യം. എന്താടാ വീണ്ടും പാളുന്നല്ലോ? അവനെ നമ്മൾ കൊന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊരു കാറിൽ നമുക്ക് പോവാം. ഓക്കെ, ഈ കാറിനേക്കാൾ നമ്മൾ തൊട്ടപ്പം തന്നെ തെറിച്ച് പോയണ്ടോ? ഇത് നല്ല കാറ്. ഓക്കെ, നമുക്കിതിനകത്ത് കയറി നമ്മുടെ ഫ്രാങ്ക്ലിനെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് പോവാം. ഇവിടെ എവിടെയോ തന്നെ, ഇതിൻ്റെ എവിടെ അടുത്ത് തന്നെ ഉണ്ട് ആ ഫ്രാങ്ക്ലിൻ. അവൻ്റെ അവസാനമായിന്ന്. നമുക്ക് ഫ്രാങ്ക്ലിനെ തപ്പാം ഈ വണ്ടിയിൽ. അവനെ കിട്ടിയ എൻ്റെ അനിയനെ കൊന്ന്. ഈ ഷിൻചാൻ ചെറുക്കൻ മിക്കി മൗസിൻ്റെ വീട്ടിൽ പോയിട്ട് എത്ര നേരമായി? എവിടെ പോയി കിടക്കുമോ? ഇത് എന്താടാ ഫോൺ അടിക്കുന്നത്? ആരാളെ വിളിക്കുന്നത്? ടോണി സ്റ്റാർക്കോ മറ്റേ കാര്യം പറയാനായിരിക്കും. എന്താ ടോണി സ്റ്റാർക്ക്? നിന്റെ ആ ഷിൻചാൻ ചെറുക്കനെ ഹൾക്ക് കൊന്ന്. എന്താ? ഷിൻചാൻ ചെറുക്കനെ ഹൾക്ക് കൊന്നെന്നാ? ഷിൻചാനെ കൊന്ന? നീ അപ്പോഴേ സൂപ്പർമാൻ ആകുമായിരുന്നെങ്കിൽ ഷിൻചാൻ മാത്രമല്ല, ഈ ലോസ് ആൻഡേഴ്സിലെ പകുതി ആൾക്കാരെ അവൻ കൊന്ന്. നീ കാരണം. എന്താ ഞാൻ കാരണോ? നിനക്ക് അപ്പോഴേ സൂപ്പർമാൻ ആയാൽ പോരായിരുന്നോ? അപ്പോൾ എത്ര പേര് ഇപ്പോഴും ജീവനോടെ ഇരുന്നാണ്, നിൻ്റെ ഷിൻചാൻ ഉൾപ്പെടെ. നീ ഒരു അഹങ്കാരിയായി വരുമോ? എന്തോ ഞാൻ അഹങ്കാരിയായിട്ടാ? ശരിയാ, ഞാൻ അപ്പോഴേ സൂപ്പർമാൻ ആയിരുന്നെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരും ഷിൻചാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നാണ്. ഇത് പ്രതികാര സമയം. ആ ഷിൻചാനെ കൊന്ന ഹൾക്കിനെ, അവൻ്റെ അനിയനെ കൊന്നതിനെ കട്ടിയിലും ക്രൂരവ ലേസർ വിട്ട് കൊന്നിട്ടൊരു കാര്യം അല്ല. പിന്നെ നമ്മുടെ പവർ തിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് സൂപ്പർമാനായി ആ ഹൾക്കിനെ കൊല്ലാൻ. നമ്മൾ കുറേ നാളായല്ലോ ഈ പണി, സൂപ്പർമാൻ പണി ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ പറക്കാനൊക്കെ ഒരു ബാലൻസൊക്കെ പോയി. ഒന്നുമില്ല, കുഴപ്പമില്ല. ഇനി ഞാൻ ഇവിടെ സൂപ്പർമാനാ. ഇത്രയും നാൾ ഞാൻ ഷിൻചാന് വേണ്ടിയാണ് ജീവിച്ചത്. അവനിനിയില്ല ഇവിടെ. അപ്പോൾ ഞാൻ ഈ നാടേ രക്ഷിക്കും. അവൻ എവിടെയാണ് ഉള്ളത് എന്നെനിക്ക് അങ്ങനൊരു പവറും കൂടെ ഉണ്ട്. അവൻ്റെ സാന്നിധ്യം എനിക്ക് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അവിടെ എവിടെയാണോ ഉള്ളത്. അതെ, അവൻ ഇവിടെ ഏതോ ഈ കാറിലാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവൻ എന്നെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടാലും എനിക്കൊന്നുമില്ല. എൻ്റെ അത്രയും പവർ അവനില്ല. അങ്ങോട്ട് പോ. നിന്നെ വിടത്തില്ലടാ ഹൾക്കേ. അല്ല പിന്നെ അവനെ കൊന്നിട്ട് തന്നെ കാര്യം. ഓക്കെ, ഇതാണ് അവൻ പോകുന്ന വണ്ടി. ഇവനെന്താ കണ്ണുപൊട്ടനാ? ലേസർ വിട്ടവനെ കൊല്ലും. എൻ്റെ ഷിൻചാനെ കൊല്ലും അല്ലാടാ. എൻ്റെ ഷിൻചാൻ ചെറുക്കനെ കൊല്ലും. അല്ല, അവൻ്റെ കാറും അവനുൾപ്പെടെ അവൻ്റെ പൊടി പോലും ഇല്ലാതെ നമ്മൾ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ടാകാൻ പോയ കാറ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.